വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി വാർ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് കെ സജീഷ്. ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സാംബയിൽ BSF നുഴഞ്ഞുകയറ്റക്കാരെ വധിച്ചിരുന്നു. അതിൽ 2 or 3 എന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് 7 ജെയ്ഷെ ഭീകരർ ജമ്മുവിൽ സാംബയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ സാംബയിൽ BSF ജവാന്മാരാണ് ഇവരെ വധിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ കെ സജീഷ്? ഡോക്ടർ അരുൺകുമാർ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ ജമ്മുവിലെ സാംബ മേഖലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ BSF വധിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ സാംബ മേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാരെ BSF പ്രതിരോധിച്ചു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നതിന് ശേഷമാണ് ഈ നുഴഞ്ഞുകയറ്റം തുടരുകയും ഈ നുഴഞ്ഞുകയറ്റത്തിന് സജ്ജരായ ഭീകരർക്കെതിരെ BSF വെടിയുതിർക്കുകയും ചെയ്തത്. ഇതിൽ 7 ഭീകരവാദികളെ BSF വധിച്ചു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഈ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പ്രകോപിതരായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ നുഴഞ്ഞുകയറ്റത്തിന് പാകിസ്ഥാൻ തീവ്രവാദികളെ കൂടി ഉപയോഗിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ സാംബ മേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാരെ BSF വധിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉള്ളത്. 7 പേരെ വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ദില്ലിയിൽ ഇപ്പോൾ നിർണായകമായ കൂടിയാലോചനകളിലേക്ക് സൈന്യവും പ്രതിരോധ മന്ത്രാലയവും തയ്യാറെടുക്കുകയാണ്. സൗത്ത് ബ്ലോക്കിലേക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തിക്കഴിഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം 3 സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ MEയുടെയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുണ്ടാവുക. സംയുക്ത വാർത്താ സമ്മേളനത്തിന് സമയം നിശ്ചയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഉച്ചയോടുകൂടി ഈ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഡോക്ടർ ഓക്കെ, നിലവിൽ സജീഷാണ് വിവരങ്ങൾ നൽകിയത്. സാംബയിലെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF തടഞ്ഞിരിക്കുന്നു. 7 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ എന്ന് കരുതുന്നവരെയാണ് വധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് നമ്മളും റിപ്പോർട്ട് ചെയ്യുന്നത്. 7 സസ്പെക്റ്റഡ് ജെയ്ഷ് ടെററിസ്റ്റ് കിൽഡ് ഇൻ ജമ്മു എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ തീവ്രവാദ സംഘടനകൾക്കും സ്ലീപ്പർ സെല്ലുകൾക്കും ISI നേരിട്ട് നിർദ്ദേശം നൽകിയത് പാകിസ്ഥാന്റെ മിലിറ്ററി ദൗത്യം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഭീകരവാദികൾക്ക് ഇന്ത്യൻ ക്യാമ്പുകളിൽ കടന്നുകയറി ചാവേർ ആക്രമണം നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും സുനിലിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. VS രഞ്ജിത്തും ഡൽഹിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡ്രോൺ അറ്റാക്കിനെ കുറിച്ചുള്ള ചണ്ഡീഗഡ് ഉള്ള അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. എയർ റെയ്ഡ് സൈറൺ അല്പസമയം മുമ്പ് മുഴങ്ങിയിരുന്നു ചണ്ഡീഗഡിൽ.